സക്രിയ ഉമ്മൻ അല്ലെങ്കിൽ രാജു. ഞങ്ങൾ 5 പേരാണ്. 2 സഹോദരിമാരും അതുപോലെ തന്നെ 2 സഹോദരന്മാരും. എൻ്റെ 2 സഹോദരിമാരും എന്നേക്കാൾ മൂത്തവരാണ്. അവർ ജ്യേഷ്ഠ സഹോദരികൾ. ലിസി കോയമ്പത്തൂരിൽ താമസിക്കുന്നു. കോയമ്പത്തൂർ അവിനാശലിംഗം ഹോം സയൻസ് കോളേജിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊഫസറായി ജോലി ചെയ്തതിന് ശേഷം അവിടെ വിശ്രമ ജീവിതം നയിക്കുന്നു. കുടുംബമായി വിശ്രമ ജീവിതം നയിക്കുന്നു. എൻ്റെ രണ്ടാമത്തെ മൂത്ത സിസ്റ്റർ ലില്ലി അമേരിക്കയിലാണ്. കഴിഞ്ഞ 50 വർഷമായി അവർ അമേരിക്കയിലാണ്. അബോട്ട് കെമിക്കൽസിലെ ഒരു സയൻറ്റിസ്റ്റായിട്ട് ജോലി ചെയ്തതിന് ശേഷം ഇപ്പോൾ അവർ കുടുംബമായി ചിക്കാഗോയിൽ വിശ്രമിക്കുന്നു. എൻ്റെ മൂത്ത സഹോദരി ലില്ലി ആണ് ഞങ്ങൾ അമേരിക്കയിൽ വരാനായിട്ടുള്ള കാരണമായത്. എൻ്റെ സഹോദരൻ നേരത്തെ സൂചിപ്പിച്ച ട്വിൻ ബ്രദർ ബാബു ഒരു എൻജിനീയറായിരുന്നു. സെൻട്രൽ ഗവൺമെൻറ് മിനറൽസ് എക്സ്പ്ലോറേഷൻ കോർപ്പറേഷനിലെ ഒരു എൻജിനീയർ, ചീഫ് എൻജിനീയർ, ഡയറക്ടർ ഒക്കെയായി ജോലി ചെയ്തതിന് ശേഷം വിരമിച്ച് ഇപ്പോൾ നാട്ടിൽ കൊടുകുളഞ്ഞിയിലാണ്. കൊടുകുളഞ്ഞി CSI ക്രൈസ്റ്റ് ചർച്ചിൻ്റെ ട്രഷറായും വാർഡനായും ഒക്കെ പ്രവർത്തിക്കുന്നു. ഇപ്പോഴും അദ്ദേഹം വാർഡനാണ്, ഇവിടെ പ്രവർത്തിക്കുന്നുമുണ്ട്. എൻ്റെ ഏറ്റവും ഇളയ സഹോദരൻ സണ്ണി അല്ലെങ്കിൽ മാത്യു ഉമ്മൻ അമേരിക്കയിലാണ്. അമേരിക്കയിലെ ഡിട്രോയിറ്റിലാണ്. കഴിഞ്ഞ 35 വർഷമായിട്ട് അവർ അമേരിക്കയിൽ താമസിക്കുന്നു. നാട്ടിലെ ഒരു അധ്യാപകനായിരുന്ന സണ്ണി ഇവിടെ വരികയും ഉന്നത വിദ്യാഭ്യാസം നേടുകയും ഇപ്പോൾ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ വിദ്യാഭ്യാസ കാലയളവിനെക്കുറിച്ച് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം കൊടുകുളഞ്ഞിയിൽ തന്നെയായിരുന്നു. കൊടുകുളഞ്ഞി LP സ്കൂളിലും അപ്പർ പ്രൈമറി സ്കൂളിലും CMS സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അതിനുശേഷം അവിടെ തന്നെയുള്ള ഒരു ഹൈസ്കൂളിൽ ഞാൻ എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം 1959 മുതൽ 67 വരെയായിരുന്നു. 1967 ഞാൻ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ കെമിസ്ട്രി പ്രീ ഡിഗ്രിയും അതിനുശേഷം കെമിസ്ട്രിയിൽ ബിരുദവും എടുത്തു. ബിരുദത്തിന് ശേഷം ഞാൻ കോട്ടയം CMS കോളേജിൽ നിന്ന് അനാലിറ്റിക്കൽ കെമിസ്ട്രിയിൽ ബിരുദാനന്ദ ബിരുദവും എടുത്തു. എൻ്റെ കോളേജ് വിദ്യാഭ്യാസ കാലയളവ് 1967 മുതൽ 1974 വരെയായിരുന്നു. 1974 എൻ്റെ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയായി. 75-76 ഞാൻ കോട്ടയം CMS കോളേജിൽ ഒരു അധ്യാപകനായിട്ട് ഒരു ജൂനിയർ ലെക്ചറായിട്ട് പ്രവേശിച്ചു. കോളേജിൽ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഗവേഷണ ബിരുദം എടുക്കുവാനായിട്ട് സാധിച്ചു. കെമിസ്ട്രിയിൽ തന്നെ ഞാൻ PhD എടുക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. അതിനുശേഷം ഞാൻ ബെൽജിയം യൂണിവേഴ്സിറ്റി ഓഫ് ലൂവൻ അല്ലെങ്കിൽ കാത്തലിക് യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് പോസ്റ്റ് ഡോക്ടറൽ റിസർച്ചിൽ അഡ്മിഷൻ കിട്ടുകയും അവിടെ നിന്നും പോസ്റ്റ് ഡോക്ടറൽ റിസർച്ചിലുള്ള ബിരുദവും ഞാൻ കരസ്ഥമാക്കി. അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസത്തിൽ പലവിധമായ ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് ദൈവം സഹായിച്ചത് വളരെ നന്ദിയോടുകൂടി ഞാൻ ഓർക്കുകയാണ്. എൻ്റെ റിസർച്ചിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കിടണമെന്ന് വിചാരിക്കുന്നു. എൻ്റെ റിസർച്ച് രണ്ട് വ്യത്യസ്ത പദാർത്ഥങ്ങൾ ഒന്ന് വ്യത്യസ്ത സ്വഭാവമുള്ള 2 പദാർത്ഥങ്ങളെ സംയോജിപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ സുലഭമായി കിട്ടുന്ന റബ്ബർ, നാച്ചുറൽ റബ്ബർ, നമുക്ക് നാട്ടിൽ കേരളത്തിൽ വളരെ സുലഭമായിട്ട് ആ റബ്ബറും ഒരു പ്ലാസ്റ്റിക്കും എന്ന് പറഞ്ഞാൽ പോളി മെഥൈൽ മെത്താക്രിലേറ്റ് എന്നൊരു പ്ലാസ്റ്റിക്കും 2 വ്യത്യസ്ത സ്വഭാവം എന്ന് പറയുമ്പോൾ റബ്ബർ ഒരു നോൺ പോളാർ സബ്സ്റ്റൻസും പോളി മെഥൈൽ മെത്താക്രിലേറ്റ് ഒരു പോളാർ സബ്സ്റ്റൻസും. ഇത് രണ്ടും യോജിക്കത്തില്ല. ഒരു തത്വം എന്ന് പറഞ്ഞാൽ ലൈക്ക് ഡിസോൾഡ് ലൈക്ക് എന്നാണ്. പക്ഷേ ഇത് രണ്ടും വ്യത്യസ്ത സ്വഭാവമാണ്. ഇത് രണ്ടും യോജിക്കണമെങ്കിൽ നമുക്കൊരു കമ്പാറ്റബിളൈസർ വേണം. അപ്പോൾ എൻ്റെ ഗവേഷണത്തിൻ്റെ പ്രധാന ഉദ്ദേശം ഒരു കമ്പാറ്റബിളൈസർ ഉണ്ടാക്കുക, ഈ 2 പദാർത്ഥങ്ങളെ സംയോജിപ്പിക്കുക, ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കുക. ആ പ്രോഡക്റ്റ് നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്ക്, ജീവിതാവശ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഒരു ഡാഷ്ബോർഡ്, അതുപോലെ തന്നെ വിൻഡ് സ്ക്രീന്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ മിശ്രിതത്തിൽ നിന്ന് കിട്ടുന്ന പദാർത്ഥം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആ ഗവേഷണത്തിൽ ഞാൻ വിജയിച്ചു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷത്തോടു കൂടി പറയാനായിട്ട് പറ്റും. കാരണം ഇത് ഞാൻ പലയിടത്തും എൻ്റെ ഗവേഷണ പ്രബന്ധങ്ങൾ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ജർമ്മനി, നെതർലൻഡ്, ബെൽജിയം, അമേരിക്ക, അതുപോലെ തന്നെ ഞാൻ നാട്ടിൽ ഡൽഹി, മദ്രാസ്, ബോംബെ, വിക്രം സാരാഭായ് സ്പേസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, തുമ്പ, ഇവിടെയെല്ലാം ഞാൻ എൻ്റെ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ഈ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചതിനൊക്കെ എനിക്ക് അംഗീകാരം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ആ അംഗീകാരം കിട്ടിയെന്ന് പറയുവാണെങ്കിൽ ഞാൻ ഗവൺമെൻറ് ഓഫ് കേരളയുടെ വളരെ പ്രശസ്തമായ ഒരു പ്രബന്ധം അവതരിപ്പിക്കുകയും ഗവേഷണം അവതരിപ്പിക്കുകയും ഒരു അവാർഡ് എനിക്ക് ലഭിക്കുകയും ചെയ്തു. ഞാൻ
അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു നയനാരിൽ നിന്നും അവാർഡ് ഞാൻ സ്വീകരിച്ചത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു യൂണിവേഴ്സിറ്റിയാണ് IIT ഖരഗ്പൂർ, കൽക്കട്ട. IIT ഖരഗ്പൂരിൽ എൻ്റെ ബെസ്റ്റ് പേപ്പർ പ്രസൻറ്റേഷനുള്ള അവാർഡും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ പല അതുതന്നെയല്ല, എൻ്റെ ഈ പ്രബന്ധങ്ങളും എൻ്റെ പ്രോജക്റ്റുകളുമൊക്കെ ഞാൻ കോട്ടയം CMS കോളേജിൽ ജോലി ചെയ്യുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് കേരള, ഇവിടെയൊക്കെ ഇവിടെ പ്രോജക്റ്റുകൾ അവതരിപ്പിച്ച് ലക്ഷക്കണക്കിന് രൂപകൾ എനിക്ക് കിട്ടി. അതുപയോഗിച്ച് ഞാൻ റിസർച്ച് ചെയ്യുക. CMS കോളേജിലെ എൻ്റെ ഗവേഷണവും അതുപോലെ ടീച്ചിങ്ങും ഞാൻ വളരെയേറെ പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷനോടുകൂടി നടന്ന ഒരു കാലയളവാണ് 1976 മുതൽ 2001 വരെ CMS കോളേജിലുണ്ടായിരുന്നു. CMS കോളേജിൽ ആദ്യമായിട്ട് അക്രഡിറ്റേഷൻ നേടുന്നത് 2000-ലാണ്. 2000 അക്രഡിറ്റേഷൻ നേടുമ്പം അതിന് ഒത്തിരി ഇവാലുവേഷനുണ്ട്. ആ ഇവാലുവേഷൻ്റെ ഒരു പോയിൻ്റാണ് ഫാക്കൽറ്റിയുടെ റിസർച്ചും അതുപോലെ തന്നെ ഫാക്കൽറ്റിയുടെ ക്വാളിഫിക്കേഷനും ഫാക്കൽറ്റി എക്സ്പീരിയൻസും ഒക്കെ ഇവാലുവേറ്റ് ചെയ്യും. അപ്പം കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ അക്രഡിറ്റേഷൻ ടീം, ഡൽഹിയിൽ നിന്ന് അക്രഡിറ്റേഷൻ ടീം കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് വാസ് ഡൺ എ വെരി ഗുഡ് ജോബ് ഇൻ ദ ഫീൽഡ് ഓഫ് റിസർച്ച്. But the only problem is the 80% of the research has come from a single person. അത് മറ്റാരുമായിരുന്നില്ല, സക്രിയാമനായിരുന്നു. അപ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷത്തോടു കൂടി ഇവിടെയുള്ളതാണ് എൻ്റെ കോട്ടയം CMS കോളേജിൻ്റെ ജീവിതം. ഞാൻ അതുപോലെ വിദ്യാർത്ഥികളോടും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഡിസിപ്ലിൻ ഉണ്ടാകണം. നമ്മൾ ചെയ്യുന്ന ജോലി അങ്ങേയറ്റം സിൻസിയറായിട്ട് ചെയ്യണം. അതാണ് ഏറ്റവും വലിയ സുവിശേഷം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഞാൻ എൻ്റെ വിദ്യാർത്ഥികളോട് പറയും, നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് അതാണ് നമ്മൾ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ജോലി, നമ്മളെ ഏൽപ്പിച്ച ജോലി ഡിസിപ്ലിനോടുകൂടി ചെയ്യണം. അത് ഞാൻ എൻ്റെ 100% സിൻസിയറിറ്റിയിൽ ഞാൻ പോയിടത്തെല്ലാം ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളെ പറയുവാൻ എനിക്ക് ആഗ്രഹം. 2001-ലാണ് ഞാൻ അമേരിക്കയിലേക്ക് വരുന്നത്. അമേരിക്കയിൽ ഞാൻ വരുമ്പോൾ എൻ്റെ ഭാര്യ സിസിയും കോട്ടയം CMS കോളേജിലെ ഒരു ഫിസിക്സ് പ്രൊഫസറായിരുന്നു. സിസിയും അവിടെ ഏകദേശം 20 വർഷക്കാലത്തോളം കോട്ടയം CMS കോളേജിൽ ജോലി ചെയ്തു. ഞങ്ങൾ ഒരുമിച്ച്, എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ 3 പെൺമക്കളാണ്. ആ 3 പേര് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചാണ് അമേരിക്കയിൽ നിന്ന് കോട്ടയത്ത് നിന്ന് അമേരിക്കയിലേക്ക് വരുന്നത്. കോട്ടയത്ത് അപ്പോൾ തന്നെ കോട്ടയത്ത് എനിക്കും സിസിക്കും കോട്ടയത്ത് തന്നെ ജോലിയായത് കാരണം കൂടുകുളഞ്ഞിൽ നിന്ന് ഞാൻ കോട്ടയത്തേക്ക് മാറി താമസിച്ചു. കോട്ടയത്ത് CMS കോളേജിനടുത്ത് തന്നെ ഒരു സ്ഥലം വാങ്ങുകയും അവിടെ 1989 ഞാൻ ഒരു വീട് വെക്കുകയും ആ വീട്ടിലാണ് ഞങ്ങൾ കഴിഞ്ഞ 20 വർഷമായിട്ട് അവിടെ താമസിച്ചിരുന്നു. ഇപ്പോഴും അവിടെ എൻ്റെ ആ വീട് അവിടെയുണ്ട്. ഞാൻ അമേരിക്കയിൽ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ എപ്പോഴും താമസിക്കുന്നതും വീടാണ്. ആർക്കും ഞാൻ വാടകയ്ക്ക് കൊടുത്തിട്ടില്ല, അവിടെ താമസിക്കുന്നു. അങ്ങനെ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് പോകുകയാണ്. ഈ അമേരിക്കയിലെത്തിയത് ഞാൻ എൻ്റെ ബ്രദറിൻ്റെ അടുത്താണ്. നേരത്തെ സൂചിപ്പിച്ച മാത്യു എന്നും സണ്ണിയുടെ സ്ഥലത്തേക്കാണ്, ഡിട്രോയിലാണ്. ആദ്യമായിട്ട് എനിക്ക് അവിടെ വരുമ്പോൾ എനിക്ക് ഇത്രയും ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ട്, പേപ്പർ പബ്ലിഷ് ഉണ്ട്, അമേരിക്കയിലും ജർമ്മനിയിലും ഒക്കെ സഞ്ചരിച്ച വ്യക്തിയാണ്, പോസ്റ്റ് ഡോക്ടർ റിസർച്ച് ഉണ്ട്. പക്ഷേ എനിക്കങ്ങനെ ജോലിയൊന്നും വന്ന സ്ഥിതിക്കില്ല. പക്ഷേ ഞാൻ ആദ്യത്തെ ഒരാഴ്ച ഞാൻ ആദ്യം ജോലി ചെയ്തത് വാൾമാർട്ടിലാണ്. 2 വാൾമാർട്ടിൽ എനിക്ക് ജോലി ചെയ്യേണ്ടി വന്നു. അതിനുശേഷം എനിക്ക് ജോലി കിട്ടിയത് വെയിൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് അസോസിയേറ്റാണ്. അപ്പം ഡിട്രോയിറ്റിലെ വെയിൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് അസോസിയേറ്റ് പേരൊക്കെ നല്ലതാണെങ്കിൽ തന്നെയും സാലറി ഒന്നും അവിടെ അധികം ഇല്ലാത്തത് കാരണം എനിക്ക് ആ ജോലി അധികം നാളെ തുടരാൻ പറ്റിയില്ല. പിന്നീട് അത് ഞാൻ മാറി ഡിട്രോയിറ്റിൽ തന്നെയുള്ള വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ ഒരു കെമിസ്റ്റായിട്ട് ജോലി ചെയ്തു. സാലറി കുറച്ചുകൂടെ കൂടുതലുണ്ടായിരുന്നു. കാരണം നിങ്ങൾക്കറിയാമായിരിക്കും, ഡിട്രോയിറ്റിലെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ലോകത്തിലെ ഏറ്റവും വലിയ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റാണ്. അവിടെ ജോലി ചെയ്യാൻ എനിക്ക് സാധിച്ചു. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ 1.5 വർഷമാണ് ഇത് രണ്ടും കൂടെ ചെയ്തത്. അപ്പോഴത്തേക്കും 2001 എൻ്റെ ആഗ്രഹം പോലെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ ആഗ്രഹം അമേരിക്കയിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാൻ കിട്ടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ദൈവം സഫലീകരിച്ചു. അങ്ങനെ ജോർജിയ സ്റ്റേറ്റിലുള്ള, അതായത് ഫ്ലോറിഡയ്ക്ക് തൊട്ട് മേളിലുള്ള സ്റ്റേറ്റാണല്ലോ ജോർജിയയിലുള്ള ആൽബനി എന്ന സ്ഥലത്ത്, ആൽബനി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് എനിക്ക് ജോലി ലഭിക്കാനിടയായി. ആൽബനി എന്ന് പറയുമ്പോൾ അമേരിക്കയിൽ തന്നെ 3-4 ആൽബനി ഉണ്ട്. അന്നാണ് ഞാൻ അറിയുന്നത് അമേരിക്കയിൽ 4 ആൽബനീസ് ഉണ്ട്. അരിസോണയുണ്ട്, കാലിഫോർണിയ ഉണ്ട്, ന്യൂയോർക്കുണ്ട്, ജോർജിയയുണ്ട്. ജോർജിയയിലുള്ള ആൽബനി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫോറൻസിക് സയൻസിലാണ് ഞാൻ. ഫോറൻസിക് സയൻസിൽ കെമിസ്ട്രി അധ്യാപകനായിട്ടാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്തത്. 2002 ഞാൻ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്തത്.
പടിപടിയായിട്ട് എൻ്റെ പദവികൾ ഉയർന്നു. ആദ്യത്തെ 4 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അസോസിയേറ്റ് പ്രൊഫസറായി. അടുത്ത 4 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രൊഫസറായി. നമുക്കറിയാം, നാട്ടിലെ പോലൊന്നുമല്ല ഈ പ്രൊമോഷനൊക്കെ ഓട്ടോമാറ്റിക് അല്ല. അവിടെ ഒരു സ്ട്രിക്റ്റ് ഇവാലുവേഷനുണ്ട്. ഞങ്ങളുടെ പ്രബന്ധം, ഞങ്ങളുടെ ഗവേഷണം, ഞങ്ങളുടെ കുട്ടികളുടെ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ഞാൻ പഠിപ്പിച്ച കുട്ടികൾക്ക് കിട്ടിയ ജോലി, അങ്ങനെയുള്ള സ്ട്രിക്റ്റായിട്ടുള്ള പല കടമ്പകൾ കടന്നാണ് ഇവിടെ പ്രൊമോഷൻ കിട്ടുന്നത്. ഇതെല്ലാം കിട്ടിയൊരു ഏകദേശം 10-12 വർഷം കൊണ്ട് എനിക്കൊരു ഫുൾ പ്രൊഫസറായിട്ട് ആയിരുന്നു. ഫോറൻസിക് സയൻസിൽ ഞാൻ 2002 ജോയിൻ ചെയ്തത്. 2002 തന്നെ എനിക്ക് എൻ്റെ പഴയ എക്സ്പീരിയൻസ് കൊണ്ടും ഞാൻ ഫെഡറൽ ഗവൺമെൻറ്റിലൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസിൽ ഒരു പ്രോജക്റ്റ് ആ പ്രോജക്റ്റ് എനിക്ക് ആ വർഷം ഞാൻ തന്നെ അപ്ലൈ ചെയ്തതാണ്. എനിക്ക് തന്നെ കിട്ടിയതാണ്. $200,000 ഒരു പ്രോജക്റ്റാണ് എനിക്ക് കിട്ടിയത്. ആ പ്രോജക്റ്റ് കിട്ടിയതുകൊണ്ട് ആ ഫോറൻസിക് സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ 5-6 വലിയ ഇൻസ്ട്രുമെൻറ്റുകളുണ്ട്. ഫോറൻസിക് സയൻസ് എല്ലാം എന്താണ് ചെയ്യുന്നത്? ഫോറൻസിക് സയൻസ് എന്ന് പറഞ്ഞാൽ ഇവാലുവേഷൻ ഓഫ് എവിഡൻസസ് ആണ്. കേസ് ഇവാലുവേഷൻ ഓഫ് എവിഡൻസസ് ആണ്. ഒന്ന് സ്റ്റോപ്പ് ചെയ്യാണെന്ന് പറഞ്ഞു.